കൊള്ളാം, ക്യാരറ്റ് കൃഷി വളരെ കെങ്കേമാവുന്നുണ്ടല്ലോ. ഇനി കഴിക്കാം ക്യാരറ്റ് ഹൽവ, ക്യാരറ്റ് ലഡു, പിന്നെ ക്യാരറ്റിന്റെ സമൂസ. എന്റെ മോട്ടോ, ക്യാരറ്റിന്റെ സമൂസ ഒന്നും ആരും ഉണ്ടാക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ വിളവ് കാണുമ്പോ എന്റെ മനസ്സിന് എന്നെ സന്തോഷം തോന്നും. അല്ല, ഇവിടെയുള്ള ക്യാരറ്റ് ആരെങ്കിലും നശിപ്പിച്ചത്? തീർച്ചയായിട്ടും ഇത് കാക്കയുടെ പണിയായിരിക്കും. കാക്കയെ പേടിപ്പിക്കാൻ കോലം വെച്ചിട്ടും യാതൊരു പ്രയോജനമില്ല. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല പത്തലു. നീ തന്നെ എന്തെങ്കിലും ഐഡിയ തരൂ. പറ, ഈ കാക്കകളെയൊക്കെ എങ്ങനെയാ ഓടിക്കുക? ഐഡിയ എങ്ങനത്തെ കോല വെക്കേണ്ടെന്ന് വെച്ചാ കാക്കകളെ പേടിപ്പിക്കുകയും വേണം, ഓടിപ്പിക്കുകയും വേണം. ഈ ഐഡിയ വർക്കൗട്ട് ആവുന്ന തോന്നുന്നു. കാക്ക എങ്ങാനും അടുത്ത് വരികയാണെങ്കിൽ ഒച്ചത്തിൽ അലറിക്കോണം, ഓടിക്കോ ഇവിടുന്ന്. അപ്പൊ അവര് പേടിച്ച് പറന്ന് പോയിക്കോളും, പിന്നെ ഇങ്ങോട്ട് വരില്ല. ഈ ആളുകളൊക്കെ നിങ്ങളെ പേടിത്തൊണ്ടന്മാരാണെന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് നോക്കിയേ, അവര് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന്. അവരിതിനെ കോലോന്നൊക്കെയാ പറയുന്നേ. അത് എന്നെയല്ല, അവർക്ക് മനസ്സിലാക്കി കൊടുക്ക്. അതായത് നിങ്ങൾക്ക് ആരെയും പേടിയില്ലെന്നുള്ള കാര്യം. പോയി അവന്മാർക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്ക്. എന്നാ പിന്നെ അവന്മാര് പറയില്ലല്ലോ നിങ്ങളൊരു പേടിത്തൊണ്ടന്മാരാണെന്ന്. അവര് നമ്മളെ മണ്ടനാക്കാൻ നോക്കുക. നമ്മള് മണ്ടന്മാരല്ല, നമ്മള് കാക്കകളാണ്. വരൂ, നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം നമ്മൾ ആരാണെന്ന്. എന്താ, ഓക്കേ അല്ലേ? രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. കണ്ടില്ലേ, കാക്കകളല്ല നമ്മളുടെ ക്യാരറ്റൊക്കെ നശിപ്പിക്കുന്നത്. ഇത് ഭൂമിക്കടിയിൽ ഇരുന്നുകൊണ്ട് മറ്റാരോ ആണ് ചെയ്യുന്നത്. കണ്ടില്ലേ? എടാ കള്ള, നിക്കവിടെ. ആരടാ അത്? മോട്ടു, വേഗം വാ, നോക്കാം ആരാണെന്ന്. എന്ത് ധൈര്യമുണ്ട് ഈ കള്ളൻ നമ്മളുള്ളപ്പോഴേ നമ്മുടെ മുമ്പിൽ വെച്ച് ക്യാരറ്റ് മോഷ്ടിക്കും. ഇവന് വെറുതെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ക്യാരറ്റ് കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? ഭൂമിക്കടിയിൽ ഒരു പിശാച് ഒളിച്ചിരിപ്പുണ്ട്. എന്നിട്ടുള്ള ക്യാരറ്റ് മുഴുവൻ തിന്നു കളയുന്നു. ഒരു പിടുത്തമില്ല എന്റെ ക്യാരറ്റ് ആരാ ഇങ്ങനെ കഴിക്കുന്നത്. നീ വിഷമിക്കണ്ട മോട്ടു, ആദ്യം നമുക്ക് കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കാം. പിന്നെ അവനെ ഇവിടെ ഓടിക്കാനുള്ള വഴി നോക്കാം. ഞാൻ ഇവിടെ CCTV ക്യാമറ സ്ഥാപിക്കാം. പിന്നെ നിനക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റും ഈ ക്യാരറ്റ് ഒക്കെ മോഷ്ടിക്കുന്നത് ആരാണെന്ന്. പൊളിച്ചെടുത്തല്ലോ. CCTV ക്യാമറ ആവശ്യം എന്താണ്? ഞാൻ ഇപ്പൊ തന്നെ നോക്കി പറയാമേ. പൊളിച്ചെടുത്തല്ലോ മമ്മി. കിടക്കല്ലേ, കിടക്കല്ലേ. എന്നാ പിന്നെ ഈ റിമോട്ട് ഉപയോഗിച്ച് TV ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം CCTV കൂടെ എന്താ കാണുന്നതെന്ന്. ഓ, അപ്പൊ ഇവനാണ് കള്ളനല്ലേ? ഈ മുയലിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പത്തലു, വേഗം വായിട്ട് കൂടെ. എന്റെ മോട്ടു, ഇപ്പൊ അവിടെ നിക്ക്. അവിടെ ഭയങ്കര ഇരുട്ടായിരിക്കും. രാവിലെ പോകാം. മോട്ടു, പുറത്തേക്ക് വാ. എവിടെയാ ഒളിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലായി നീയാണ് ഈ ക്യാരറ്റ് മുഴുവൻ നശിപ്പിക്കുന്നതെന്ന്. എടാ കള്ള മുയല്, മര്യാദക്ക് പുറത്തു വന്നോ? എന്റെ മോട്ടോ, ഈ രാത്രിയിൽ വിളിച്ച മുയലാവില്ല, പാമ്പായിരിക്കും വരുന്നത്. വേഗം വാ, ഇവിടുന്ന് പോകാം. ഞാൻ അവന് വെറുതെ വിടില്ല. ഇപ്പൊ കാണിച്ചു തരാം അവൻ എവിടെയാ ഉള്ളതെന്ന്. മോട്ടോ, ഇത് നോക്ക എന്താ ചെയ്തെന്ന്. ഇതുകൊണ്ടാണ് ഞാൻ രാവിലെ വരാന്ന് പറഞ്ഞത്. താങ്ക് യു ചേട്ടാ. ആദ്യം നീ എന്നെ ചെളിയിൽ തള്ളിയിട്ടിട്ട് വീണ്ടും എന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു. വെറുതെ വിടില്ല ഞാൻ. നീ രക്ഷപ്പെട്ട് എങ്ങോട്ടായി പോകുന്നേ? പത്തലു അവനെ പിടികിട്ടി. അവന്റെ ചെവി ഇപ്പൊ എന്റെ കയ്യിലാ ഉള്ളത്.
കണ്ടില്ലേ, പിടിച്ചത് കണ്ടില്ലേ? ഇനി നീ എന്തെങ്കിലും ഐഡിയ പറ. ഇവനെ എന്ത് ചെയ്യണം? നിന്റെ കയ്യിലിരിക്കുന്ന സാധനം ഇപ്പൊ നിന്നെ എന്താ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. നീ എന്തിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്നൊന്ന് തിരിഞ്ഞു നോക്ക്. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഇനി എനിക്കൊന്ന് കാണണം ഈ മുയൽ എവിടം വരെ പോവെന്ന്. ഈ വെള്ളം അവന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയാ തീർച്ചയായിട്ടും അവൻ വീട് വിട്ട് പുറത്തു വരും. വെറുതെ വിടില്ല തന്നെ ഞാൻ. ഇവൻ മുഴുവൻ തയ്യാറെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓടിക്കോ പത്തിലു, നീ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ 1 കിലോമീറ്റർ ദൂരത്താണ്. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വിഷമിക്കാതിരിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ കൃഷി സ്ഥലത്തൊന്നും ഞങ്ങളെയാ ഓടിക്കുന്നത്, എന്നിട്ട് മുഴുവൻ ക്യാരറ്റ് തിന്നു തീർക്കുന്നു. ഞാൻ നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ചെയ്തിട്ടുണ്ട്. ഇതാ, ഇത് നോക്ക്. ഇതെന്താണ്? നിങ്ങൾ അവന് സമാധാനത്തോടെ ഇരുന്ന് ക്യാരറ്റ് കഴിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തോ? മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്ക്, ആ ക്യാരറ്റിന് വളരെ നല്ല മണമാണ്. അതുകൊണ്ട് അവൻ ക്യാരറ്റ് തിന്നാൻ എന്തായാലും വരും. മതിയല്ലോ. അവൻ അങ്ങനെ ക്യാരറ്റ് തിന്നാൻ വരുമ്പോ ഈ കൂടിനകത്ത് കുടുങ്ങിക്കോളും. നല്ല മണം. ഏയ്! പോ, അകത്തേക്ക് പോ. അല്ല, നീ പോകാത്തത് എന്താ? എന്തായി നോക്കി നിക്കുന്നേ? അവൻ കേട്ടാ പിന്നെ ഓടിപ്പോയി കളയും. വലിയേട്ടാ, ഇവൻ നമ്മളെക്കാളും വലിയ ബുദ്ധിമാനാണല്ലോ. ഇനി എന്താ ചെയ്യാ? വരൂ, ആ മുയലിന്റെ മോനെ നമുക്ക് പുറത്ത് വലിച്ചിടാം. പൊളിച്ചേ! ഓയ് ബല്ലെ ബല്ലെ, ഓയ് ബല്ലെ ബല്ലെ. താക്കത്തീന ടീം, യഹേ താക്കത്തീന ടീം. നിർത്തു. എന്നെ വെറുതെ വിടൂ തടിയൻ ചേട്ടാ. എന്നെ വെറുതെ വിട്ടേക്ക് ചേട്ടാ. വെറുതെ വിടാനോ? അതും നിന്നെയോ? ഒരിക്കലുമില്ല. ഇനിയല്ലേ കളി ദിനേശ. കുറെ കളി നീ എന്നെ കളിപ്പിച്ചതല്ലേ? മേലിഞ്ഞ ചേട്ടാ, ഈ തടിയൻ ചേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാന്നാ തോന്നുന്നേ. എന്നെ വെറുതെ വിടില്ലെന്നാ തോന്നുന്നേ. നിങ്ങൾ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്. ഒരു നേരമെങ്കിലും അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. നിങ്ങളാണെങ്കി എന്നെ ഇതിനകത്ത് പൂട്ടി വെച്ച് ശിക്ഷിച്ചുകൊണ്ടിരിക്ക എന്നെ. ഇനിയിപ്പൊ നിങ്ങൾ തന്നെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇനി എങ്ങോട്ട് പോവും എന്റെ മക്കളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട്? കർച്ചീഫ് ഉണ്ടോ? ഇന്ന പിടിച്ചോ. എന്റെ മക്കളോട് നിങ്ങൾ പോയി പറയണം, അച്ഛന് നിങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു എന്ന്. ഞാൻ എന്റെ ഭാര്യയോട് വാക്ക് കൊടുത്തിരുന്നു, ജീവിതകാലം മുഴുവൻ അവളുടെ കൈ പിടിച്ച് അവളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. സോറി, എനിക്ക് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ നിന്റെ കുടുംബത്തിനെ കുറിച്ച് യാതൊന്നും തന്നെ ചിന്തിച്ചില്ല. മറിച്ച് ഞങ്ങളെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ചിന്തിച്ചത്. പൊയ്ക്കോ എന്റെ പൊന്നനിയ, നീ സ്വതന്ത്രനാണ്. അതെ മുയലണിയ, ഇന്ന് മുതൽ ഈ പാടത്തിന്റെ ഒരു ഭാഗം നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. അതിൽ ഞങ്ങള് നിനക്ക് വേണ്ടി മാത്രം ക്യാരറ്റ് കൃഷി ചെയ്യും. പിങ്കി, പിങ്കി, ജാൻ, പെട്ടെന്ന് പുറത്തേക്ക് വാ. ഇന്നു തൊട്ട് ഇത് നമ്മുടേതാണ്.
ഇതിൽ എന്റെ കൂട്ടുകാരായ മോട്ടുവും പത്തിലും നമുക്ക് വേണ്ടി ക്യാരറ്റ് കൃഷി ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. താങ്ക് യു മോട്ടു ആൻഡ് പത്ലു. മനുഷ്യനും മൃഗങ്ങളും ഇത്ര ഒരുമയോടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഭൂമി ഒരു സ്വർഗമായി തീർന്നേനെ. ഞങ്ങളുടെയും കാര്യം ആര് നോക്കും? അപ്പൊ ഞങ്ങളുടെയോ? അവർക്ക് കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾക്കും തരണം. ഇവൻ നമ്മളെ മണ്ടന്മാരാക്കുകയാ. ഇല്ല ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൃഷിസ്ഥലം തന്നാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അടിക്കി ഇവന്മാരെ ഇവിടുന്ന് ഓടിക്കണം. ഈ സ്ഥലം മുഴുവൻ നമ്മളുടെയാ. ഓടിക്കാം. ഓടിക്കോ